Thank you everyone for joining in this live. Glorious Gospel. വളരെ വിചിത്രമായ ഒരു അവകാശവാദം കണ്ടു. വളരെ വിചിത്രമായ ഒരു അവകാശവാദം ഇതാണ്. ഞാനും പ്രസംഗിക്കുന്നത് ഗ്ലോറിയസ് ഗോസ്പലാണ്. ധാരാ കക്ഷി നോക്കുക. പാസ്റ്റർ ഫിലിപ്പി തോമസ് ഇതാണ് ഞാൻ പ്രസംഗിക്കുന്നത്. അപ്പം എനിക്കത് കണ്ടപ്പോൾ നല്ല ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നി. അപ്പം അദ്ദേഹത്തിൻ്റെ അവകാശവാദങ്ങൾ, മനുഷ്യർക്ക് ഓരോ തെറ്റിദ്ധാരണകൾ വരുന്നതിന് നമുക്ക് ആരെയും കുറ്റം പറയാൻ പറ്റത്തില്ല. അപ്പം എന്താണ് ഗ്ലോറിയസ് ഗോസ്പൽ? അദ്ദേഹത്തിന് വാക്യങ്ങളൊക്കെ മനസ്സിലായി. നമ്മൾ കൊരിന്ത്യർ ലേഖനത്തിൽ നിന്നും തിമോത്തിയോസിന് എഴുതിയ ലേഖനത്തിൽ നിന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ, ഇനി നിങ്ങൾ പറ, നിങ്ങൾ ഇതിനു മുമ്പ് ഇവർ ഗ്ലോറിയസ് ഗോസ്പലാണ് പറയുന്നത്, ഇവർ പറഞ്ഞ് നിങ്ങളാരെങ്കിലും കേട്ടിട്ടുണ്ടോ? അപ്പം ഞാൻ ഗ്ലോറിയസ് ഗോസ്പൽ അദ്ദേഹത്തിൻ്റെ അണ്ടർസ്റ്റാൻഡിങ്ങിൽ എന്താണെന്ന് പറയാം. എന്താണ് ഗ്ലോറിയസ് ഗോസ്പൽ? പാസ്റ്റർ ഫിലിപ്പി തോമസിന്റെ ലേഖനമാണ് ഞാൻ വായിക്കുന്നത്. എന്താണ് ഗ്ലോറിയസ് ഗോസ്പൽ? ഓക്കെ, ഞാൻ സ്ക്രീൻ തിരിക്കാം. സിമ്പിളായിട്ട് പറഞ്ഞാൽ എന്താണ്? സിമ്പിളായിട്ട് പറയുകയാണ് അദ്ദേഹം. ഗ്ലോറിയസ് ഗോസ്പൽ എന്താണ്? നമുക്ക് വായിക്കാമെന്ന് ഞാൻ കരുതുന്നു. ഇതാ അവിടെ വായിക്കും. തിമോത്തിയോസിന് ലേഖനം എഴുതുമ്പോൾ പൗലൂസ് പറയുന്നത് ഈ പരിജ്ഞാനം എങ്കിൽ മഹത്വമുള്ള സുവിശേഷം. എന്താണ് ഗ്ലോറിയസ് ഗോസ്പൽ? ലളിതമായി പറഞ്ഞാൽ, മനുഷ്യവർഗത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിനായി ദൈവപുത്രനായ യേശു ക്രിസ്തു മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. യേശു ക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തിലൂടെ രക്ഷ ഏത് മനുഷ്യനും വിശ്വാസത്താൽ പ്രാപിക്കാം. ഇതെങ്ങനെയാണ് ഗ്ലോറിയസ് ഗോസ്പലാണ്? ഇതാ പഴയ ഗോസ്പൽ തന്നെയല്ലേ? ഇതാ പഴയ സംഗതി തന്നെയല്ലേ? പണ്ട് ആനക്കൊമ്പ് മോഷ്ടിച്ച കണക്ഷൻ പോകുന്നത്, ആനക്കൊമ്പ് മോഷ്ടിച്ച കഥ കേട്ടിട്ടുണ്ടോ? അപ്പൊ അതിനകത്ത് പോലീസുകാരൻ പിടിച്ച് ഇടിച്ചു കഴിഞ്ഞപ്പോൾ ചോദിച്ചു, ഒരു കൊമ്പേ ഉള്ളൂ, മറ്റേ കൊമ്പ് എന്തിയേ എന്ന് ചോദിച്ചോ? പറഞ്ഞു, അതല്ലേ ഇത്. പിന്നെ ഇടിച്ചിട്ട് ചോദിച്ചു, ഇതല്ല, മറ്റേ കൊമ്പ് എന്തിയെ? മറ്റേ കൊമ്പാണിത്. ഇങ്ങനെ ഇടിച്ചോണ്ടിരിക്കാന്നുള്ള, എങ്ങനെ ചോദിച്ചാലും കള്ളം പറയുന്നത് മറ്റേ കൊമ്പ് എന്തി നിൽക്കും. മറ്റേ കൊമ്പാണ് ഈ കൊമ്പ്. ഇപ്പൊ മറ്റേ കൊമ്പ് എന്തിയെ? എന്റെ പൊന്നു സാറേ, മറ്റേ കൊമ്പല്ലേ ഇത്.
എടാ മറ്റേ കൊമ്പ് എന്ത് ചെയ്യാന്ന്, ആ മറ്റേ കൊമ്പാണെന്നിത്. മനസ്സിലായോ? ഗ്ലോറിയസ് ഗോസ്പൽ എന്ന് പറഞ്ഞാൽ എന്താണ്? മനുഷ്യവർഗത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിന് യേശു വന്നത്. അപ്പൊ ഇവരുടെ പൂർ അണ്ടർസ്റ്റാൻഡിങ്. അതുകൊണ്ട് നമ്മളെ താമസിച്ച് ജോയിൻ ചെയ്യുന്നവർക്ക് ഇപ്പോഴും ഇത്രയും സീനിയർ ആയിരിക്കുന്ന, ഇത്രയും പണ്ഡിതനായിരിക്കുന്ന, ഇത്രയും പ്രമുഖനായിരിക്കുന്ന ഒരു വ്യക്തിക്ക് വരെ ഇതുവരെയും ഗ്ലോറിയസ് ഗോസ്പൽ എന്താണെന്ന് മനസ്സിലായിട്ടില്ല. അപ്പൊ അതുകൊണ്ട് വീണ്ടും നമ്മൾ ആവർത്തിക്കണം. എന്താണ് ഗ്ലോറിയസ് ഗോസ്പൽ? ആ പഴയ പല്ലവി അല്ല ഗ്ലോറിയസ് ഗോസ്പൽ. ക്ഷമിക്കണം പാസ്റ്റർ, താങ്കൾ വിചാരിക്കുന്ന അങ്ങനെ ഒരു പേര് മാറ്റി ഒട്ടിച്ചാൽ ഉടനെ ഇത് വിജയിക്കും എന്നുള്ളതാണ്. ഈ ചാണകം വിൽക്കുന്നവൻ ഇപ്പൊ ഹലുവ വിൽക്കുന്നവനെ കണ്ട് അസൂയ വന്നിട്ട് അവന്റെ വണ്ടിയുടെ ഫ്രണ്ടിൽ കോഴിക്കോടൻ ഹലുവ കറുത്തത് എന്ന് എഴുതി വെച്ചിരിക്കുക. നല്ല വിശേഷമുണ്ട് എന്ന് പറഞ്ഞതുപോലെ യാതൊരു ലജ്ജയുമില്ലാതെ ഞാനും പ്രസംഗിക്കുന്നത് ഗ്ലോറിയസ് ഗോസ്പലാണെന്ന് ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടോ? ഞാനും പ്രസംഗിക്കുന്നത് ഗ്ലോറിയസ് ഗോസ്പൽ. അപ്പൊ അതുകൊണ്ട് അർത്ഥമില്ല. അപ്പൊ എന്താണ് ഗോസ്പൽ? ഗ്ലോറിയസ് ഗോസ്പൽ എന്താണ്? അപ്പൊ ഇവരുടെ ഗോസ്പൽ പോപ്പുലർ ഗോസ്പലാണ്. പോപ്പുലർ ഗോസ്പലാണ് ഇദ്ദേഹം ഈ ലേഖനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. മനുഷ്യവർഗത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിനായി പോയി ഗോസ്പലിന്റെ ആമുഖമാണ് അദ്ദേഹം കൊണ്ടുവരികയാണ്. ഇനി അദ്ദേഹം പറഞ്ഞത് അങ്ങനെയല്ല എന്ന് ആർക്കെങ്കിലും, എന്താണ് ഗ്ലോറിയസ് ഗോസ്പൽ? ഇതാ നമ്മുടെ ഗ്ലോറിയസ് ഗോസ്പൽ പ്രേക്ഷകര് അത് സമ്മതിക്കോ? നിങ്ങൾ സമ്മതിക്കുന്നോ? ഇതാണ്. എന്താണ് ഗ്ലോറിയസ് ഗോസ്പൽ? ലളിതമായി പറഞ്ഞാൽ മനുഷ്യവർഗത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിനായി ദൈവപുത്രനായ യേശുക്രിസ്തു മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. യേശുക്രിസ്തുവിന്റെ ക്രൂശുമരണത്തിലൂടെ രക്ഷ ഏത് മനുഷ്യനും വിശ്വാസത്താൽ പ്രാപിക്കാം. എന്നാൽ വിശ്വസിക്കാത്തവന് നിത്യശിക്ഷാവിധിയുണ്ട്. ഇതാണ് സുവിശേഷം. വിശ്വസിക്കാത്തവർക്ക് നിത്യശിക്ഷാവിധിയുണ്ട് എന്നുള്ളതാണ് ഫിലിപ്പി തോമസിന്റെ സുവിശേഷം. ഞാൻ പറഞ്ഞതല്ല, ഞാൻ കാണിച്ചു ലേഖനം. അപ്പം വിശ്വസിക്കാത്തവർക്ക് നിത്യശിക്ഷാവിധി ഉണ്ട് എന്നുള്ളതാണ് സുവിശേഷം. അത് നിങ്ങളിൽ എത്ര പേർക്ക് ഒരു സുവിശേഷമായിട്ട് തോന്നുന്നുണ്ട്, ഒരു നല്ല വാർത്തയായിട്ട്? അപ്പൊ അതിന് പുള്ളി പേരിടുകയാണ്. ഈ നല്ല ഒന്നാന്തരം ചാണകത്തിന് അദ്ദേഹം കോഴിക്കോടൻ ഹൽവ എന്ന് പേരിട്ടിരിക്കുകയാണ്. വാങ്ങേണ്ടവർ വാങ്ങുക, വാങ്ങി ഭക്ഷിക്കുക. വാങ്ങാം, തിരക്ക് കൂട്ടരുത് കേട്ടോ, ഭയങ്കര തിരക്കാന്ന് കേട്ടത് വാങ്ങാൻ. അപ്പൊ ഗ്ലോറിയസ് ഗോസ്പൽ എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ പാപത്തിൽ നിന്ന് ആരംഭിക്കുന്ന സുവിശേഷമല്ല ഗ്ലോറിയസ് ഗോസ്പൽ. ഗ്ലോറിയസ് ഗോസ്പൽ ആരംഭിക്കുന്നത് ദൈവത്തിന്റെ സ്നേഹത്തിൽ നിന്നാണ്. നിങ്ങളും ഇത് കേട്ട്, ഇത് കാരണം ഇത് വർഷങ്ങളായിട്ട് ഇങ്ങനെ കേട്ട് 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 തല മരച്ചിരിക്കുന്നത് കൊണ്ട് ശരിയായ സുവിശേഷം അകത്തോട്ട് കയറാൻ അല്പം താമസം പിടിക്കും. അപ്പോസ്തലനായ പൗലൂസ് എഫേസ്യക്കാർക്ക് ലേഖനം എഴുതുമ്പോൾ അതിന്റെ 1-ാം അധ്യായത്തിൽ ഈ സുവിശേഷത്തെക്കുറിച്ചുള്ള ഒരു സൂചന നൽകുന്നു. ആ സുവിശേഷം, ഈ സൂചന എന്ന് പറയുമ്പം നമ്മുടെ പ്രതിയോഗികൾ പലപ്പോഴും പറയാറുണ്ട് സൂചന മാത്രമേ പറയാനുള്ളൂ. കാരണം ബൈബിളിൽ മൊത്തം സൂചനകളേ ഉള്ളൂ. കാതലായുള്ള കാര്യങ്ങൾ സഭയ്ക്ക് ഏൽപ്പിച്ചിരിക്കുന്നതാണ്, അത് ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടില്ല. ഇത് ഞാൻ കഴിഞ്ഞ ദിവസം വളരെ വിശദമായി വിശദീകരിച്ചതുകൊണ്ട് അതിലേക്ക് പോകുന്നില്ല. അപ്പൊ സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളാലും നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്ന നമ്മുടെ കർത്താവ് ആയ യേശു ക്രിസ്തുവിന്റെ ദൈവവും പിതാവുമായവൻ വാഴ്ത്തപ്പെട്ടവൻ നാം തന്റെ സന്നിധിയിൽ. ഗ്ലോറിയസ് ഗോസ്പൽ എവിടെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്? എഫേസ്യ ലേഖനം 1-ാം അധ്യായം 4-ാം വാക്യം. ഹാൻഡിയായിട്ട് ബൈബിൾ ഉള്ളവർ ദയവായി ഓപ്പൺ ചെയ്യുക, അവിടെ നോക്കുക. എഫേസ്യ ലേഖനം 1-ാം അധ്യായം 4-ാം വാക്യം. അവിടെ പറയുകയാണ്, നാം തന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരും ആകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിനു മുമ്പേ നമ്മെ അവനിൽ തിരഞ്ഞെടുക്കുകയും. അപ്പം നമ്മൾ എന്ത് ചെയ്തു? ലോകസ്ഥാപനത്തിനു മുമ്പ് ക്രിസ്തുവിൽ തിരഞ്ഞെടുക്കപ്പെട്ടു. അപ്പൊ ലോകസ്ഥാപനത്തിനു മുമ്പ് നമ്മൾ എന്ത് ചെയ്തു? തിരഞ്ഞെടുക്കപ്പെട്ടു. ലോകസ്ഥാപനത്തിനു മുമ്പ് തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ
ദൈവത്തിന് മുഖപക്ഷമില്ല. നിങ്ങൾ ബൈബിളിൽ വായിച്ചിട്ടുണ്ടോ അങ്ങനെ ഒരു വാക്യം? ദൈവത്തിന് മുഖപക്ഷമില്ലെന്നുള്ള വാക്യം വായിച്ചിട്ടുണ്ടോ? ഇതിന്റെയൊക്കെ അർത്ഥം മനസ്സിലാക്കണം. ദൈവത്തിന് മുഖപക്ഷമില്ല. കാരണം സോൾ ഹാപ്പൻഡ് ഈവൻ ഫാർ ബിഫോർ ദ വെരി ഫൗണ്ടേഷൻസ് ഓഫ് ദ എർത്ത് വാസ് ലേഡ്. അപ്പൊ ഈ ലോകത്തിന്റെ സ്ഥാപനത്തിന് മുമ്പ്, ലോകങ്ങൾക്ക് അടിസ്ഥാനം ഇടുന്നതിന് മുമ്പ്, അതിനു മുമ്പ്, വളരെ മുമ്പ്, ലോക സ്ഥാപനത്തിനു മുമ്പ് ക്രിസ്തുവിൽ പിതാവ് നമ്മെ തിരഞ്ഞെടുത്തു. എന്തിന്റെ അടിസ്ഥാനത്തിലാണ് തിരഞ്ഞെടുത്തത്? ഗ്ലോറിയസ് ഗോസ്പൽ ഫോളോവേഴ്സ് ഒക്കെ ഒന്ന് ചാർജായി നിന്നു. സോ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിലും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാൻ കഴിയുന്നതിലും അധികം വലിയ റെസ്പോൺസ് ആണ് ഗ്ലോറിയസ് ഗോസ്പലിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസത്തെ ലൈവ് വീഡിയോയിൽ ഞാൻ ആരോ ചോദിച്ചപ്പം വാട്സാപ്പ് നമ്പർ ഇങ്ങനെ പറഞ്ഞു. അതുകൊണ്ട് വാട്സാപ്പ് മുഴുവൻ മെസ്സേജ് കുമിഞ്ഞു കൂടിക്കൊണ്ടിരിക്കുകയാണ്. ലോകത്തിൽ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ആളുകൾ ഗ്ലോറിയസ് ഗോസ്പൽ അവരുടെ ജീവിതത്തിൽ വരുത്തിയ രൂപാന്തരങ്ങളെ പറ്റിയും ഗ്ലോറിയസ് ഗോസ്പലിന്റെ ഇൻഫ്ലുവൻസിനെ പറ്റിയും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇറ്റ്സ് എ ട്രൂത്ത്. ഞാൻ പിന്നെയും പറയും, ഇത് ഞങ്ങളുടെ ആരുടെയും കണ്ടുപിടുത്തമല്ല. ഇത് ചില നൂറ്റാണ്ടുകൾ മറഞ്ഞു കിടന്ന ഒരു സത്യമാണ്. ഇത് പരിശുദ്ധാത്മാവ് തന്റെ ദാസനായ പൗലൂസ് ലീഹായ്ക്ക് വെളിപ്പെടുത്തി കൊടുക്കുകയും സുറിയാനി സഭാപിതാക്കന്മാർ അതിനെ താലോലിക്കുകയും പ്രാർത്ഥനകളിലും കീർത്തനങ്ങളിലും അതിനെ അടക്കം ചെയ്ത് വെക്കുകയും ചെയ്ത മഹാരഹസ്യമാണ് ദൈവത്തിന്റെ സ്നേഹം, ഈസ്റ്റേൺ ഗോസ്പൽ. അതായത് ഞങ്ങളുടെ ആരുടെയും കണ്ടുപിടുത്തമല്ല. ഇപ്പൊ ഇവിടെ നിങ്ങൾ വായിച്ചല്ലോ, ഇവിടെ നിങ്ങൾ വായിച്ചു, പിതാവായ ദൈവം നമ്മെ എന്തു ചെയ്തു? നമ്മെ തിരഞ്ഞെടുത്തു. പിതാവായ ദൈവം ആരെ തിരഞ്ഞെടുത്തു? നമ്മെ എന്ന് പറഞ്ഞ ഈ നാം എന്ന് പറഞ്ഞ ആരാണ്? നാം എന്ന് പറഞ്ഞാൽ മുഴു മനുഷ്യവർഗവുമാണ്. മുഴു മനുഷ്യവർഗവും അല്ല എന്ന് ഒബ്ജക്ഷൻ കൊണ്ടുവരുന്നുണ്ട്. എല്ലാ ഒബ്ജക്ഷന്റെയും മൊന ഒടിക്കുവാനാണ് ഇറ്റ്സ് ഓൾ ഹാപ്പൻഡ് ഈവൻ ബിഫോർ ദ ഫൗണ്ടേഷൻസ് ഓഫ് ദ എർത്ത് വാസ് ലേഡ്. ലോകങ്ങൾ സ്ഥാപിക്കപ്പെടുന്നതിന് മുമ്പ് സംഭവിച്ച ഒരു കാര്യമാണ്. അപ്പോൾ എന്തിന്റെ അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുക്കും? ഇവര് പറയുന്നത് തിരഞ്ഞെടുപ്പ് നമ്മുടെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ, നമ്മുടെ മാനസാന്തരത്തിന്റെ അടിസ്ഥാനത്തിൽ, നമ്മുടെ മനോഭാവത്തിന്റെ അടിസ്ഥാനത്തിൽ, നമ്മുടെ വിശുദ്ധിയുടെ അടിസ്ഥാനത്തിൽ. അപ്പോൾ ഈ തിരഞ്ഞെടുപ്പ് നടന്ന സമയത്ത് പാപം, വിശുദ്ധി, മാനസാന്തരം, തിരഞ്ഞെടുപ്പ് ഇതിനേക്കാളൊക്കെ ഉപരിയായിട്ട് ഈ ലോകം തന്നെ ഇല്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ ലോക സ്ഥാപനത്തിനു മുമ്പ്, അപ്പോ ഇവരുടെ സുവിശേഷം ആരംഭിക്കുന്ന എവിടെയാണ്? ഏദനിൽ, ആദാമിൽ, പാമ്പിൽ, പഴത്തിൽ, പാപത്തിൽ, പുറത്താക്കലിൽ ആരംഭിക്കുന്ന സുവിശേഷം. അതാണ് ബഹുമാനപ്പെട്ട പാസ്റ്റർ എഴുതിയിരിക്കുന്നത്. ആദാമി വർഗത്തിന്റെ പാപം അത് പഠിച്ചതേ പാടൂ, കേട്ട് പഴകിയത്. എല്ലാ ബഹുമാനവും ആദരവും നിലനിർത്തിക്കൊണ്ട് വളരെ വിനീതമായി ബഹുമാനപ്പെട്ട പാസ്റ്ററെ, അദ്ദേഹത്തിന്റെ അനുയായികളെ ഞങ്ങൾ ഉണർത്തിക്കുകയാണ്, അല്ലെങ്കിൽ ഉത്ബോധിപ്പിക്കുകയാണ്, പ്രബോധിപ്പിക്കുകയാണ്. അങ്ങേക്ക് തെറ്റിപ്പോയി, അല്ലെങ്കിൽ അങ്ങ് കാര്യങ്ങൾ ഇതുവരെയും മനസ്സിലാക്കിയിട്ടില്ല. അതല്ല സുവിശേഷം, അത് വികലമാക്കപ്പെട്ട സുവിശേഷമാണ്, അടിച്ചു വളയ്ക്കപ്പെട്ട സുവിശേഷമാണ്, കറപ്റ്റഡ് ഗോസ്പൽ. പാസ്റ്റർ റവറൻഡ് ഡോക്ടർ ഫിലിപ്പി തോമസ്, ഐ റിഗ്രറ്റ് ടു സേ ദിസ്, താങ്കൾ കബളിപ്പിക്കപ്പെട്ടിരിക്കുന്നു. സുവിശേഷം എന്ന് കരുതി താങ്കൾ കൊണ്ടു നടക്കുന്നത് കറപ്റ്റഡ് ഗോസ്പലാണ്. ദാറ്റ് ഈസ് നോട്ട് ഒറിജിനൽ ഗോസ്പൽ. അപ്പൊ എന്താണ് ഒറിജിനൽ ഗോസ്പൽ? ഒറിജിനൽ ഗോസ്പലാണ് ഞാനിപ്പോൾ വായിച്ചത്. സ്ഥാപിക്കപ്പെടുന്നതിന് മുമ്പ് സംഭവിച്ച കാര്യം, അതേക്കുറിച്ചാണ് പറയുന്നത്. ലോകസ്ഥാപനത്തിനു മുമ്പ് പിതാവ് പുത്രനിൽ നമ്മെ തിരഞ്ഞെടുത്തു. ആരെ തിരഞ്ഞെടുത്തു? മനുഷ്യരെ തിരഞ്ഞെടുത്തു. അപ്പോൾ തിരഞ്ഞെടുക്കാനുള്ള മാനദണ്ഡം എന്താണ്? അപ്പോൾ അവിടെ മാനദണ്ഡങ്ങൾ ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ തിരിച്ചറിവാണ്, ഈ തിരിച്ചറിവിലേക്കുള്ള മിഴിതുറക്കലാണ്, അതിനെയാണ് വേദപുസ്തകം മാനസാന്തരം എന്ന് വിളിക്കുന്നത്. മനസ്സിന്റെ രൂപാന്തരം. ദൈവത്തെക്കുറിച്ചുള്ള തെറ്റായ ധാരണ, ദൈവത്തോടുള്ള ശത്രുത. ആർക്കാണ് ശത്രുത? ദൈവത്തിനാണോ ശത്രുത? മനുഷ്യനാണോ? ദൈവത്തിന് ശത്രുതയില്ല. ദൈവം സ്നേഹമാണ്,
ദൈവം തന്റെ സ്വഭാവത്തെ ത്യജിക്കുന്നില്ല. ആ സ്നേഹത്തിനും ആ സ്വഭാവത്തിനും ഒരിക്കലും മാറ്റമില്ല. സ്നേഹം അത് ഒരു നാളും ഉതിർന്നു പോവുകയില്ല. അപ്പം നമ്മുടെ പോപ്പുലർ ഗോസ്പലിന്റെ അടിസ്ഥാനത്തിൽ ദൈവം സ്നേഹശൂന്യനാണ്. എന്നാൽ ദൈവം ഒന്ന് നോക്കിയേക്കാം എന്ന് കരുതി ഒരു ടെമ്പററി ലവുമായി തന്റെ പുത്രനെ ഭൂമിയിലേക്ക് അയക്കുന്നു. കണ്ടീഷൻസ് അപ്പോൺ കണ്ടീഷൻസ്, ഒരുപാട് കണ്ടീഷൻ വെക്കുന്നു. ആ കണ്ടീഷൻസ് എല്ലാം അനുസരിച്ച് ഈ സ്നേഹത്തിന് നിങ്ങൾക്ക് പാത്രീഭൂതരാകാം. ആ സ്നേഹത്തിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? കണ്ടീഷൻസ് അനുസരിച്ച് നിലനിൽക്കണം. എന്നാൽ നിങ്ങൾ എപ്പോൾ കണ്ടീഷൻസ് ലംഘിക്കുന്നുവോ അപ്പോൾ ആ സ്നേഹം ക്രോധമായി മാറും. പിന്നീട് ആ ക്രോധത്തിന്റെ തീയിൽ കടന്ന് വെന്തെരിയുകയാവും നിങ്ങളുടെ വിധി. ഇതാണ് പോപ്പുലറായി പ്രചരിപ്പിക്കപ്പെടുന്ന മതം. ഇത് എത്രമാത്രം ദൈവനിഷേധവും ദൈവത്തോടുള്ള അവഹേളനവും ദൈവ സ്വഭാവത്തെ തെറ്റായി റെപ്രസെന്റ് ചെയ്യുന്നതുമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ ദൈവം എപ്പോഴാണ് നമ്മെ തെരഞ്ഞെടുത്തത്? ഇറ്റ് ഈസ് നോട്ട് ബേസ്ഡ് അപ്പോൺ അവർ വർക്ക്സ്, ഇറ്റ് ഈസ് നോട്ട് ബേസ്ഡ് അപ്പോൺ അവർ ഡിസിഷൻസ്, ഇറ്റ് ഈസ് നോട്ട് ബേസ്ഡ് അപ്പോൺ അവർ ആറ്റിറ്റ്യൂഡ്, ഓർ ഇറ്റ് ഈസ് നോട്ട് അവർ ചോയ്സ്. ഇത് നമ്മുടെ തിരഞ്ഞെടുപ്പല്ല, ഇത് നമ്മുടെ തീരുമാനമല്ല, ഇത് നമ്മുടെ മനോഭാവത്തിന്റെ അടിസ്ഥാനത്തിലല്ല, ഇത് നമ്മുടെ സ്വഭാവ വിശേഷത്തിന്റെ അടിസ്ഥാനത്തിലല്ല. ഇറ്റ് ഈസ് നോട്ട് ഡിപ്പെൻഡ് അപ്പോൺ എനി വിർച്യു, നത്തിങ്. ഇറ്റ്സ് ഓൾ ബൈ ഹിസ് ഗ്രേസ് ആൻഡ് ലവ് ആൻഡ് മേഴ്സി. ഇത് അവന്റെ സ്നേഹം, കരുണ, കൃപ. ഇതാണ് ഗ്ലോറിയസ് ഗോസ്പൽ പറയുന്നത്. ഇതാണ് പൗലോസ്ലീഹ നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പൊ അവിടെ പറയാണ്, ലോകസ്ഥാപനത്തിനു മുമ്പ് ക്രിസ്തുവിൽ അവൻ നമ്മെ തിരഞ്ഞെടുത്തു. ഇതാണ് ഗ്ലോറിയസ് ഗോസ്പൽ. ഇത് ഗ്ലോറിയസ് ഗോസ്പൽ എന്താണെന്ന് പല ആളുകൾക്കും അങ്ങോട്ട് മനസ്സിലാകുന്നില്ല. അപ്പൊ നമ്മുടെ ഈ തീം സോങ് അതുകൊണ്ടാണ് ഇങ്ങനെ പാടുന്നത്. തീം സോങ്ങിൽ പാടുന്നത് ഗ്ലോറിയസ് ഗോസ്പൽ അനാദികാലം മുമ്പ് ഉള്ള സുവിശേഷമാണ്. ഇത് 2000 വർഷം മുമ്പ് തുടങ്ങിയ സുവിശേഷമല്ല. ഇതാണ് ഇവർക്ക് അങ്ങോട്ട് മനസ്സിലാകാൻ. ഇവിടെയാണ് പാവപ്പെട്ട പാഷക്കും അബദ്ധം പറ്റിയത്. അനാദികാലം മുമ്പേ ഉള്ള സുവിശേഷം, അനാദി നിർണയം, അത് ഉലകസ്ഥാപനത്തിന് മുമ്പുണ്ടായ സ്നേഹം, അവിടെ വെച്ചുള്ള തെരഞ്ഞെടുപ്പ്, അതേക്കുറിച്ചാണ് ഞങ്ങൾ പ്രസംഗിക്കുന്നത്. അതാണ് ഗ്ലോറിയസ് ഗോസ്പൽ. ഇതാണ് വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാക്കുക. അതുകൊണ്ട് വിമർശിക്കുന്നവർക്കാണെങ്കിലും ആദ്യം വ്യത്യാസം നിങ്ങൾ മനസ്സിലാക്കുക. ഇത് ക്ലാസ്സുകൾ ശ്രദ്ധിക്കാതിരുന്നിട്ടാണ് വിമർശിക്കുന്നത്. അതാണ് ഈ പ്രശ്നം. വിമർശിക്കുന്നത് ശരിയായിട്ട് വിമർശിക്കാൻ വേണ്ടിയാണ് ഞാനിത് വീണ്ടും വ്യക്തമാക്കുന്നത്. അപ്പൊ ഇത് സംഭവിച്ചപ്പോഴാണ്? ഉലകസ്ഥാപനത്തിനു മുമ്പ് പിതാവ് പുത്രനിൽ നമ്മെ തിരഞ്ഞെടുത്തു. ഇതാണ് സുവിശേഷം. അതിനും നിങ്ങൾ കാരണമല്ല, കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അതിനും നിങ്ങൾ കാരണമല്ല. പൗലോസ്ലീഹ പറയാണ്, എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിൽ പറയുന്നു, നിങ്ങൾ കാരണമല്ല. 2 കൊരിന്ത്യർ ലേഖനം 5-ാം അധ്യായത്തിൽ പറയുന്നു, ദൈവം കാരണഭൂതൻ. അപ്പൊ ദൈവമാണ് ഇതിന്റെ കാരണഭൂതൻ. നിങ്ങൾ ഒരു തരത്തിലും ഇതിന് കാരണമല്ല. ഇതാണ് പൗലോസ്ലീഹ വിശദീകരിക്കുന്നത്. വീണ്ടും നമ്മൾ റോമാലേഖനത്തിൽ നോക്കുമ്പോൾ, റോമാലേഖനം 11 ഇതെല്ലാം സംഭവിക്കുന്നത് ദൈവത്താൽ സംഭവിക്കുന്നു. റോമാലേഖനം
11-ാമത്തെ അധ്യായത്തിൽ പറയുന്നു, അതിന്റെ 17-ാമത്തെ വാക്യത്തിൽ, അങ്ങനെ തന്നെ കൊമ്പുകളിൽ ചിലത് ഒടിച്ചിട്ട് കാട്ടൊലിവായ നിന്നെ അവയുടെ ഇടയിൽ ഒട്ടിച്ചു ചേർത്തു. ഒലിവ് മരത്തിന്റെ ഫലപ്രദമായ വേരിന് പങ്കാളിയായി തീർന്നു. എങ്കിലോ കൊമ്പുകളുടെ നേരെ പ്രശംസിക്കരുത്. അപ്പൊ ഇതൊരു അനാൽജിയാണ്. ബൈബിളിൽ കാണുന്ന അനാൽജികളെ ഓരോന്നും നിങ്ങൾ പരിശോധിക്കുക. ഇപ്പൊ നമ്മൾ കാണുന്ന ഒരു അനാൽജിയാണിത്. കാട്ടൊലിവായിരുന്ന നിന്നെ നാട്ടൊലിവോട് ഒട്ടിച്ചു ചേർത്തു. അപ്പൊ ഇവിടെ സംഭവിക്കുന്നത് ഇറ്റ്സ് ആൻ ആക്ട് ഓഫ് ഗോഡ്. ദൈവത്തിന്റെ ഒരു പ്രവൃത്തിയാണ്. ദൈവത്തിന്റെ ഒരു പ്രവൃത്തി. ഹസ്ബൻഡ്മാൻ, തോട്ടക്കാരന്റെ വേലയാണ് ഒട്ടിക്കൽ. ഗ്രാഫ്റ്റിങ്, കട്ടിങ്, പ്രൂണിങ്, ബഡിങ്, ഇതെല്ലാം തോട്ടക്കാരന്റെ വേലയാണ്. അപ്പൊ ഈ പറഞ്ഞ ഗ്രാഫ്റ്റ് ചെയ്യപ്പെടുന്ന ആ ചെടി അത് കേവലം പാത്രങ്ങൾ മാത്രമാണ്. അപ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തിക്ക് പാത്രീഭവിക്കുകയാണ്, അല്ലെങ്കിൽ തോട്ടക്കാരന്റെ വേലയിൽ പാത്രീഭവിക്കുകയാണ്. അപ്പൊ കാട്ടൊലിവായിട്ട് നിൽക്കുന്ന ഈ ചെടി ഒരു ദിവസം തീരുമാനിക്കുകയാണ്, നാട്ടൊലിവായി തീരണം, നാട്ടൊലിവോട് ചേരണം. അതുകൊണ്ട് ആ ചെടി തീരുമാനിച്ചാൽ ആ ചെടിക്ക് ഒരിക്കലും കാട്ടൊലിവോട് ചെന്ന് ഒട്ടാൻ പറ്റത്തില്ല. ഇനി ആ ചെടി തിരഞ്ഞെടുക്കുകയാണ്. അവിടെ മുള്ളുമുരിക്ക് നിപ്പുണ്ട്, അവിടെ റോസ ചെടി നിപ്പുണ്ട്, അവിടെ പലതരത്തിലുള്ള മരങ്ങൾ നിപ്പുണ്ട്. അപ്പം നാട്ടൊലിവിനെ കണ്ട് ചൂസ് ചെയ്യുകയാണ്. ചോയ്സ് നാട്ടൊലിവോടാണ്. നോ, ഇറ്റ് ഈസ് എ ചോയ്സ് ഓഫ് ദ തോട്ടക്കാരൻ. ഇറ്റ്സ് ആൻ ആക്ട് ഓഫ് തോട്ടക്കാരൻ. അപ്പൊ തോട്ടക്കാരന്റെ പ്രവൃത്തിയാണ് ഈ നാട്ടൊലിവിനെ എടുത്ത്, ഈ കാട്ടൊലിവിനെ എടുത്ത് നാട്ടൊലിവിൽ കൊണ്ട് ഒട്ടിച്ചു എന്ന് പറഞ്ഞാൽ 100% ഇറ്റ്സ് ആൻ ആക്ട് ഓഫ് ദ ഗാർഡനർ. അപ്പൊ ഈ തോട്ടക്കാരന്റെ വേലയാണത്. അത് തോട്ടക്കാരന്റെ വേലയല്ല എന്ന് കൊണ്ടുവരികയാണ്. അതാണ് പോപ്പുലർ ഗോസ്പൽ ചെയ്യുന്നത്. അപ്പൊ ഈ കാട്ടൊലിവായിരിക്കുന്ന ഈ തണ്ടിനെ വെട്ടിയെടുത്ത് നാട്ടൊലിവോട് ഒട്ടിച്ചു ചേർത്തിരിക്കുകയാണ്. ഒട്ടിച്ചു ചേർത്തിരിക്കുമ്പോഴും അത് കാട്ടൊലിവിന്റെ കൊമ്പായിട്ട് തന്നെ അതിൽ നിൽക്കുകയാണ്. പക്ഷേ ഇപ്പോൾ നാട്ടൊലിവിന്റെ ഫലപ്രദമായ വേരിന് അതിൽ പങ്കാളിത്തം കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ ഈ കാട്ടൊലിവിനെ കണ്ടാൽ, ഇപ്പൊ കാട്ടൊലിവ് അറിയുന്നില്ല ഇത് ഒട്ടിച്ചു ചേർത്തു എന്ന്. അപ്പൊ ഈ കാട്ടൊലിവിനോട് വേറെ ഒരു കിളി വന്നിട്ട് പറയാം, ഒരു കാക്ക വന്നിട്ട് പറയാണ്, കാട്ടൊലിവേ നിന്നെ ഞാൻ നാട്ടൊലിവാക്കി മാറ്റുന്ന ഒരു പരിപാടിയുണ്ട്. അപ്പൊ അതിന് നീ എന്ത് ചെയ്യണം? നീ ഒരു കാർഡ് പൂരിപ്പിച്ച് എൻ്റെ കയ്യിൽ തരണം, നീ കൈ പൊക്കണം, അല്ലെങ്കിൽ നീ ഒരു സത്യപ്രതിജ്ഞ ചെയ്യണം, അല്ലെങ്കിൽ നിന്റെ കയ്യിലുള്ളതൊക്കെ എനിക്ക് ദശാംശമായി തരണം. ഇങ്ങനെയൊക്കെ പല കാര്യങ്ങളും പറയുകയാണ്. പക്ഷെ ഈ കാട്ടൊലിവ് അറിയുന്നില്ല അതിനെ ഒട്ടിച്ചു ചേർത്തിരിക്കുന്നു. അതിനെ ഒട്ടിക്കുവാൻ ഈ കാക്കയ്ക്ക് ഒരിക്കലും കഴിവില്ല. കാക്ക എങ്ങനെയാണ് ഈ കാട്ടൊലിവിനെ കൊണ്ട് നാട്ടൊലിവോട് ഒട്ടിക്കുന്നത്? ഒരു കാക്കയ്ക്കും അതിന് കഴിവില്ല. ഇതാണ് ഇന്നത്തെ പ്രവർത്തനങ്ങൾ എന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ കാട്ടൊലിവായിരുന്ന നിന്നെ നാട്ടൊലിവോട് ഒട്ടിച്ചിരിക്കുന്നു. ഇപ്പൊ ഇതാണ് ബൈബിളിൽ കാണുന്ന ഒരു അനാലജി. മറ്റൊരു അനാലജിയാണ് നിലനിൽക്കുന്നതായ അതിശക്തമായ കെടാത്ത ബീജത്തിനാൽ, ദൈവവചനത്തിനാൽ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. അപ്പൊ ഒരു ജനനം, ഈ ജനനം എന്നത് എങ്ങനെയാണ് സംഭവിക്കുന്നത്? ജനിക്കുന്ന കാര്യത്തിൽ ജനിക്കുന്ന ശിശുവിന് ഒരു ചോയ്സുമില്ല. ഇന്ന് വരെ ഭൂമിയിൽ ജനിച്ച ഒരു ശിശുവും നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു അല്ലാതെ ആരും ഈ ഭൂമിയിൽ എവിടെ ജനിക്കണമെന്ന് മുൻകൂട്ടി തീരുമാനിച്ചിട്ടില്ല. അപ്പൊ നമുക്ക് ആ കാര്യത്തിൽ ചോയ്സ് ഇല്ല, നമുക്ക് ആ കാര്യത്തിൽ തെരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യമില്ല, അവകാശമില്ല. അപ്പൊ ജനനം എന്ന് പറഞ്ഞത് നമ്മുടെ സമ്മതമോ അനുവാദമോ അധ്വാനമോ കൂടാതെ സംഭവിക്കുന്നതാണ്. അപ്പൊ അതുകൊണ്ടാണ് നമ്മളുടെ ദൈവരാജ്യ പ്രവേശനത്തെ
ഒരു ജനനത്തോട് ഉപമിച്ച് പറയുന്നത്. വീണ്ടും ജനിച്ചിരിക്കുന്നു. ഇപ്പൊ കുറെ ആളുകൾ വീണ്ടും ജനിപ്പിക്കാമെന്ന് പറഞ്ഞ് ഇറങ്ങി നടക്കുകയാണ്. അവരാണ് പോപ്പുലർ ഗോസ്പൽ പ്രസംഗിക്കുന്നത്. വീണ്ടും ജനിപ്പിക്കാൻ വേണ്ടി അവരോട് ചോദിച്ചാൽ, ഈ പോപ്പുലർ ഗോസ്പൽ പ്രസംഗിക്കുന്ന ഓരോ വ്യക്തികളോട് നിങ്ങൾ ചോദിച്ചാൽ അവർക്ക് ഉത്തരമില്ല. അവരോട് ചോദിക്കുക എങ്ങനെയാണ് വീണ്ടും ജനിക്കുന്നത്, എപ്പോഴാണ് വീണ്ടും ജനിക്കുന്നത്, അതറിയത്തില്ല. പക്ഷേ അവർ യാതൊരു ലജ്ജയുമില്ല, പത്രത്തിൽ കൊടുക്കും. ബോൺ അഗൈൻ ബോയ് 27 years old MBBS എന്നൊക്കെ പറഞ്ഞു കൊടുക്കും. MBBS ഒന്നും അധികം ഇല്ല, എന്തെങ്കിലുമൊക്കെ. അപ്പൊ ഇത് നിങ്ങൾ ശ്രദ്ധിക്കുക. ബോൺ അഗൈൻ ബോയ്, ഹൂ ടോൾഡ് യു ദിസ് നോൺസെൻസ്? പത്രത്തിൽ നിങ്ങൾ കൊടുക്കുക ബോൺ അഗൈൻ ബോയ്. ആര് നിന്നോട് പറഞ്ഞു നീ ബോൺ അഗൈൻ ബോയ് ആണ്? ബോൺ അഗൈൻ ഗേൾ എന്താണ്? വാട്ട് ഡു യു മീൻ? ഈ അടുത്ത കാലത്ത് എന്നോട് ഒരാൾ പറഞ്ഞു ഞാൻ ബോൺ അഗൈൻ ആണ് അങ്കിളെ. ഞാൻ ചോദിച്ചു എന്താണ്, എങ്ങനെയാണ്? അപ്പോൾ അറിയത്തില്ല. ബോൺ അഗൈൻ മീൻസ് വാട്ട്? ദാറ്റ്സ് നോൺസെൻസ്. കാരണം നിങ്ങൾ ഐ ബിലോങ് ടു സർട്ടൻ ഓർഗനൈസേഷൻ, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ചില നോൺസെൻസ് പഠിപ്പിക്കുന്ന ഓർഗനൈസേഷനിൽ എനിക്കൊരു പങ്കാളിത്തമുണ്ട്, അല്ലെ അഡ്മിഷൻ, അല്ലെങ്കിൽ ഒരു മെമ്പർഷിപ്പ് ഉണ്ട്, അതാണ് ബോൺ അഗൈൻ. അപ്പൊ ആർക്കും ഇത് സാധിക്കില്ല. അതാണ് യേശു കർത്താവ് പറഞ്ഞത്. ഓ മനുഷ്യർക്ക് അസാധ്യം, ദൈവത്തിന് സാധ്യം. ദൈവത്തിന് സാധ്യം. ദൈവത്തിനൊന്നും അസാധ്യമല്ല. അപ്പൊ ഇറ്റ്സ് ഓൺലി പോസിബിൾ ബൈ ഗോഡ്. ഇറ്റ്സ് ആൻ ആക്ട് ഓഫ് ഗോഡ്. അത് ദൈവത്തിന്റെ പ്രവൃത്തിയാണ്. ദൈവത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ. ജനനമാണ്. അതെപ്പോൾ സംഭവിക്കുന്നു? ഇതൊക്കെ ആരാ ചോദിച്ചത്? നിക്കോദിമോസാ ചോദിച്ചു. ഇസ്രായേലിന്റെ ഉപദേഷ്ടാവായിരുന്ന, ഗുരുവായിരുന്നവൻ. യേശു ചോദിക്കുക നീ ഇസ്രായേലിന്റെ ഉപദേഷ്ടാവല്ലേ, നിനക്കൊന്നും അങ്ങോട്ട് അറിയത്തില്ലേ? ഓ, കാറ്റ് അതിന് ഇഷ്ടമുള്ളിടത്ത് ഊതുന്നു. അതിന്റെ സ്ഥലം പിന്നെ അതിനെ അറിയുന്നില്ല. ഈ വീണ്ടും ജനനം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ആൻ ആക്ട് ഓഫ് എ ഹ്യൂമൻ ബീങ്. We cannot reproduce it, we cannot repeat it, we cannot make it happen. It's a one-time act of God. അതൊക്കെയും ദൈവത്തിന്റെ പ്രവൃത്തിയാകുന്നു. ഇതിനൊക്കെയും ദൈവം തന്നെ കാരണഭൂതൻ. ഇതിനൊക്കെയും ദൈവം തന്നെ കാരണഭൂതൻ. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. ഇതിനൊക്കെയും ദൈവം തന്നെ കാരണഭൂതൻ. പഴയത് കഴിഞ്ഞുപോയി. പഴയത് കഴിഞ്ഞു പോയാൽ പുതിയ സൃഷ്ടിയായിരിക്കുന്നു. ഇതിന് നമ്മൾ പറയുന്നത് തന്നെ ബിഹേവിയർ മോഡിഫിക്കേഷനോട് കൊണ്ട് കണക്ട് ചെയ്യും. മദ്യപിച്ച് നടക്കുന്ന ഒരാൾ കുടി നിർത്തി കഴിയുമ്പോൾ അവന്റെ ചുറ്റും നിന്ന് എല്ലാവരും പറയും ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാണ്. ഇതാ പുതിയ സൃഷ്ടിയായിരിക്കുന്നു. വിഷയം എന്താണെന്ന് വെച്ചാൽ ഇവൻ കുടി നിർത്തിയെന്നേ ഉള്ളൂ. മനസ്സിലായോ? അതാണോ പുതിയ സൃഷ്ടിയാകുക എന്ന് പറഞ്ഞത്? നമ്മൾ മനുഷ്യരുടെ എക്സ്പെക്ടേഷൻ അതാണ്. നമ്മുടെ ആവശ്യങ്ങളെ മീറ്റ് ചെയ്യുന്ന രീതിയിൽ ആളുകൾ പെർഫോം ചെയ്യണം. അപ്പോൾ പെർഫോമൻസ് ബേസ്ഡ് ആണ്. അപ്പോൾ പെർഫോമൻസ് ആണ്. അപ്പോൾ നമ്മുടെ പെർഫോമൻസ് കൊണ്ട് ഒരിക്കലും വീണ്ടും ജനനം സംഭവിക്കുന്നില്ല. വീണ്ടും ജനനം എന്നാൽ നമുക്ക് പങ്കില്ലാത്ത ഒന്നാണ്. ഇറ്റ്സ് ആൻ ആക്ട് ഓഫ് ഗോഡ്. പിന്നെ പറയുന്ന ഉദാഹരണം, അടുത്ത ഉദാഹരണം, അപ്പം നമ്മൾ ആദ്യം പറഞ്ഞു കാട്ടൊലിവിനെ കൊണ്ട് നാട്ടൊലിവോട് ഒട്ടിക്കുന്നു. അത് തോട്ടക്കാരന്റെ പ്രവൃത്തിയാണ്. ഒരാള് വീണ്ടും ജനിക്കുന്നു. അതെങ്ങനെയാണ്? പുരുഷന്റെ ഇഷ്ടത്താലല്ല, ജഡത്തിന്റെ ഇച്ഛയാലല്ല. മനസ്സിലായോ? മനുഷ്യന്റെ യാതൊരു പ്രവൃത്തിയാലുമല്ല, ദൈവത്തിൽ നിന്നത്രേ ജനിക്കുന്നത്. ഇറ്റ്സ് എ ആക്ട് ഓഫ് ഗോഡ്, ഫ്രം ഗോഡ്. ഈ സുവിശേഷം ദൈവത്തിൽ നിന്നുള്ള സുവിശേഷം എന്ന് ഞാൻ പറഞ്ഞു. അതുകൊണ്ടാണ്. അടുത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദത്തെടുപ്പാണ്. അവൻ പ്രിയനായവനിൽ നമ്മെ സൗജന്യമായിട്ട് എന്ത് ചെയ്തിരിക്കുകയാണ്? ദത്തെടുത്തിരിക്കുകയാണ്. നാം ദൈവത്തിന്റെ ഭവനക്കാർ. നൗ വി ബിലോങ് ടു ദ ഹൗസ് ഹോൾഡ് ഓഫ് ഗോഡ്. അപ്പൊ ദൈവത്തിന്റെ ഭവനക്കാരായി മാറുന്നത് എങ്ങനെയാണ്? ദൈവത്തിന് മനസ്സലിവ് തോന്നി, കരുണ തോന്നി. കരുണാസമ്പന്നനായ ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹം നിമിത്തം പൗലോസ് വിശദീകരിച്ചു കൊണ്ടുവരികയാണ്. കരുണാസമ്പന്നനായ ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹം നിമിത്തം, അതാണ് പ്രിയനായവരിൽ നമുക്ക് എന്ത് ചെയ്തിരിക്കുകയാണ്? തന്റെ പുകഴ്ചയ്ക്കായിട്ട് ഈ വലിയ അച്ചാരത്തെ തരാൻ നമ്മെ ദത്തെടുത്തിരിക്കുന്നു. ഹബീൻ അഡോപ്റ്റഡ്. നമ്മൾ ദത്തെടുക്കപ്പെട്ടു.
അപ്പൊ ഈ ലോകത്തെവിടെയെങ്കിലും ദത്തെടുക്കപ്പെട്ട ഒരു വ്യക്തിയുടെ പെർഫോമൻസ് കൊണ്ട് ദത്തെടുക്കപ്പെട്ട ഇതാ എന്നെ ദത്തെടുത്തു എന്ന് പറയാൻ പറ്റുമോ? മണ്ടത്തരമായിട്ട് വേണേൽ പറയാം എന്നുള്ളതല്ലാതെ ദത്തെടുക്കുക എന്ന് പറഞ്ഞാൽ ദത്തെടുക്കുന്നയാളുടെ തീരുമാനമാണ്, ദത്തെടുക്കുന്നയാളുടെ കരുണയാണ്, സ്നേഹമാണ്, മനസ്സലിവാണ്, താല്പര്യമാണ്. ദത്തെടുക്കപ്പെടുകയാണ്. മനസ്സിലായോ? ദത്തെടുക്കപ്പെടുന്ന ആ ഫാമിലി, ഒരു കള്ളുകുടിയനായ ഭർത്താവ്, ഒരു നിത്യരോഗിയായ ഭാര്യ, മഹാചട്ടമ്പിയായ ഒരു മകൻ, ഇങ്ങനെയുള്ള ഒരു കുടുംബത്തിലേക്ക് ദത്തെടുക്കാൻ പോവാന്ന് പറഞ്ഞാൽ ആർക്കാ ഇഷ്ടപ്പെടുക? ആരെങ്കിലും ഇഷ്ടപ്പെടുവോ? അതാണ് നമ്മുടെ ജോൺ കാൽവിൻ ഒരു ടേം കോയിൻ ചെയ്ത് നമുക്ക് തന്നിട്ടുണ്ട്. ഇറസിസ്റ്റബിൾ ഇസ് ക്വൈറ്റ് ഇറസിസ്റ്റബിൾ. എന്താണ് ഇറസിസ്റ്റബിൾ? ഇറസിസ്റ്റബിൾ എന്ന് പറഞ്ഞാൽ നിരസിക്കാൻ കഴിയാത്ത ഓഫർ. നിരസിക്കാൻ കഴിയാത്ത ഓഫർ ഇസ് ജസ്റ്റ് ഇറസിസ്റ്റബിൾ. അപ്പൊ ദൈവഭവനത്തിൽ നിന്നുള്ള ഈ ഓഫർ, ഈ ദത്തെടുക്കപ്പെടലിന്റെ ഓഫർ നിരസിക്കാൻ കഴിയാത്തതാണ് ഒരു മനുഷ്യന്. അപ്പൊ ദൈവത്തിന്റെ ആ സ്നേഹം, ദൈവത്തിന്റെ ആ പ്രാഭവം, ദൈവത്തിന്റെ ആ പരമാധീശത്വം, ദൈവത്തിന്റെ സൗന്ദര്യം, ഇത് നേരിൽ കണ്ടു ബോധ്യപ്പെടുന്ന ഒരു മനുഷ്യ ജീവിയും നിരസിക്കുകയില്ല. അപ്പൊ ആരെങ്കിലും അതിൽ നിന്ന് അകന്നു കഴിയുന്നുണ്ടെങ്കിൽ അവർ ഇത് കാണാത്തവരാണ്. ഇതാണ് ഗ്ലോറിയസ് ഗോസ്പലിന്റെ അണ്ടർസ്റ്റാൻഡിങ്. അപ്പൊ ഇത് കണ്ട ഒരാൾക്കും നിരസിക്കാൻ കഴിയത്തില്ല, തിരസ്കരിക്കുവാൻ കഴിയത്തില്ല, തള്ളിക്കളയുവാൻ കഴിയത്തില്ല. അപ്പൊ ഇത് കാണാത്തവർ എന്ത് ചെയ്യുന്നു? കാണാത്തവർ അറിവില്ലാത്തത് കൊണ്ട് അതിനെ തിരസ്കരിക്കുന്നു. എന്നാൽ അവരുടെ കണ്ണുകൾ തുറക്കുമ്പോൾ അവർ എന്ത് ചെയ്യും? അവർ അതിനെ സ്വീകരിക്കും. അപ്പം വൺ ഡേ എല്ലാവരുടെയും കണ്ണുകൾ തുറക്കപ്പെടും. എല്ലാവരും കർത്താവിന്റെ മഹത്വത്തെ കാണും. അതുകൊണ്ടാണ് എല്ലാ കണ്ണുകളും അവന്റെ മഹിമയെ ദർശിക്കും. അതുകൊണ്ടാണ് ഫിലിപ്പിയ ലേഖനത്തിൽ പൗലോസ് പറയുന്നത്, എവരി നീ ഷാൽ ബോ ആൻഡ് എവരി ടങ് വിൽ കൺഫസ് ദാറ്റ് ജീസസ് ക്രൈസ്റ്റ് ഈസ് ലോർഡ്. എല്ലാ കണ്ണുകളും ആ സൗന്ദര്യത്തെ കാണും. അപ്പൊ നമുക്ക് അതിനെ we got a chance to see that glory and beauty well in advance. That's it. അപ്പൊ നമുക്ക് വളരെ നേരത്തെ ഇതിനെ കാണാൻ പറ്റി. We are such a privileged people. അതുകൊണ്ടാണ് പത്രോസ്ലീഹ പറയുന്നത്, നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ജാതിയാണ്. നമ്മുടെ കണ്ണുകൾ തുറക്കപ്പെട്ടു എന്നുള്ളതാണ്. അപ്പൊ കണ്ണുകൾ തുറക്കപ്പെട്ട നമ്മൾ ഇതിനെ കാണുന്നു. കണ്ണുകൾ തുറക്കപ്പെടാത്തവർക്ക് കാണാൻ സാധിക്കുന്നില്ല, അവർ അന്ധരാണ്. അപ്പൊ അന്ധരായ ആളുകൾക്ക് കൊടുക്കുന്ന സ്നേഹവും പരിഗണന, ഇതാണ് നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കേണ്ടത്. അപ്പൊ അവരെ നമ്മളെങ്ങനെ കാണേണ്ടത്? അവർക്കിത് കാണാൻ പറ്റുന്നില്ല, ഇത്ര വലിയ ഈ രക്ഷയെ, ഈ സ്നേഹത്തെ, ഈ സൗന്ദര്യത്തെ. ദാറ്റ്സ് ഇറ്റ്. അപ്പൊ ദൈവം എല്ലാവരെയും തെരഞ്ഞെടുത്തിരിക്കുന്നു എന്നുള്ള ആ മഹാസത്യമാണ്. അപ്പൊ അഡോപ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്, ദത്തെടുക്കപ്പെട്ടിരിക്കുന്നു. എത്ര ഈ വലിയ, നമുക്ക് നിരസിക്കാൻ കഴിയാത്ത ഈ വലിയ സൗഭാഗ്യത്തിലേക്ക് നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു, ദത്തെടുക്കപ്പെട്ടിരിക്കുന്നു. പഴയ ഒരു സ്റ്റോറി ഉണ്ട്. ഈ ഇംഗ്ലണ്ടിൽ നിന്ന് അമേരിക്കയിലേക്ക് പോരുന്ന ഒരു ഷിപ്പിൽ ഒരാൾ വളരെ അധ്വാനിച്ച് ഒരു ടിക്കറ്റ് കരസ്ഥമാക്കി. അദ്ദേഹം കുറച്ച് ടിന്നിൽ അടച്ച ഭക്ഷണവുമായി കപ്പലിൽ കയറി വെള്ളവും കുടിച്ച് ഈ ഭക്ഷണവും കഴിച്ച് തൻ്റെ ക്യാബിനിൽ തന്നെ കഴിച്ചു കൂട്ടി. അങ്ങനെ ചില ആഴ്ചകൾ എടുക്കും അന്നത്തെ കാലത്ത് യാത്രയ്ക്ക്. ചില ദിവസങ്ങൾ കഴിഞ്ഞ് ആയപ്പോഴേക്കും ഇദ്ദേഹം മെലിഞ്ഞ് വളരെ ക്ഷീണിതനായി. ഇദ്ദേഹത്തിൻ്റെ ഭക്ഷണം എല്ലാം കഴിഞ്ഞു. ഇദ്ദേഹം വളരെ ജാളിതയോടെ, കാരണം ഭക്ഷണത്തിന് പൈസ ഇല്ലായിരുന്നു, ടിക്കറ്റിനുള്ള പൈസയും. വളരെ ക്ഷീണിച്ച അവസ്ഥയിൽ അദ്ദേഹം പുറത്തിറങ്ങിയപ്പോൾ ഒരു കപ്പൽ ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തെ കണ്ടപ്പോൾ അദ്ദേഹത്തോട്, എനിക്ക് അല്പം റൊട്ടിയോ വെള്ളമോ എല്ലാം തരുമോ എന്ന് ചോദിച്ചപ്പോൾ ഇദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുപോയി ഭക്ഷണശാലയിൽ പോയി എന്ത് വേണമെങ്കിലും ഇവിടുന്ന് കഴിക്കാൻ പറഞ്ഞു. ഇദ്ദേഹം പറഞ്ഞു, എൻ്റെ ഈ പൈസ ഇല്ല, ബില്ലടയ്ക്കാം. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, എന്തിനാണ് ബില്ല് അടയ്ക്കാൻ? അപ്പോൾ ഓൾ മീൽസ് ആർ ഇൻക്ലൂഡഡ് ഇൻ യുവർ ടിക്കറ്റ്. അപ്പം അദ്ദേഹം അപ്പോഴാണ് ആ ഷോക്കിംഗ് ന്യൂസ് അറിയുന്നത്. കാരണം പിന്നെ ഒറ്റ ദിവസമേ ഉള്ളൂ ന്യൂയോർക്ക് തുറമുഖത്ത് ഷിപ്പ് ചെയ്യാൻ. ജസ്റ്റ് 2 മീൽസ് മാത്രം കഴിക്കാൻ സമയമേ ഉള്ളൂ. പക്ഷേ സ്റ്റാർവ് ചെയ്യായിരുന്നു.
അറിയത്തില്ലായിരുന്നു. ദാറ്റ് ഈസ് ഇഗ്നോറൻസ്. അറിയത്തില്ലായിരുന്നു ഇതിങ്ങനെയാണ്. ഇവിടെ കുറെ കണ്ടീഷൻസ്. നിങ്ങൾ ഓൾറെഡി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു, കർത്താവിൻ്റെ മകനാണ്. അപ്പം നിങ്ങൾക്ക് കുറെ കണ്ടീഷൻസ് തന്നിട്ട് നിങ്ങളുടെ വായിൽ ഒരു സ്പൂണ് കുത്തിക്കയറ്റിയിട്ട് ആ സ്പൂണിന് മുകളിൽ ഒരു നാരങ്ങ വെച്ചിട്ട് ഇവർ നിങ്ങളോട് പറയും ഈ നാരങ്ങ താഴെ പോകാതെ ഇങ്ങനെ നടന്നോണം. അങ്ങനെ ഈ മതങ്ങൾ വേഷം കെട്ടിച്ച് നിങ്ങളെ നടത്തുകയാണ്. നിങ്ങൾ വായിൽ സ്പൂണും വെച്ച് നാരങ്ങയും വെച്ച് ഇങ്ങനെ വിശുദ്ധി കാത്തു സൂക്ഷിച്ച് നടക്കും. മിക്ക ആളുകളുടെ നാരങ്ങ ഏതെങ്കിലും കുഴി ചാടി താഴെ പോവുകയും ചെയ്യും. പക്ഷെ നിങ്ങളുടെ കയ്യിൽ ഈ വായിൽ സ്പൂണ് തിരികെ നാരങ്ങയും വെച്ച് വിടുന്ന ഇവന്മാര് എന്ത് ചെയ്യുന്നു? അവരൊരിക്കലും അവരുടെ വായിൽ സ്പൂൺ വെക്കത്തില്ല. അവർ സ്പൂൺ പോക്കറ്റിൽ വെക്കും, നാരങ്ങ ഇപ്പുറത്തെ പോക്കറ്റിൽ ഇടും. സ്റ്റേജിൽ കയറാൻ തൊട്ട് മുമ്പ് അവർ ഈ സ്പൂൺ എടുത്ത് വായി വെച്ച് നാരങ്ങയും വെച്ചിട്ട് നിന്ന് പ്രസംഗിക്കും. ഇത് യേശു കർത്താവ് പറയാണ്, മനുഷ്യർക്ക് എടുക്കാൻ കഴിയുന്നതിലും വലിയ ഭാരങ്ങൾ നിങ്ങൾ അവരുടെ ചുമലിൽ കെട്ടിവെക്കുന്നു. എന്നിട്ട് പറയാ, നിങ്ങളാകട്ടെ നിങ്ങളുടെ ചെറുവിരൽ കൊണ്ട് പോലും അവയെ തൊടുന്നില്ല. മത നേതൃത്വം. അപ്പൊ അനാവശ്യമായ ഭാരങ്ങളും നിബന്ധനകളും ഒക്കെ മനുഷ്യരുടെ മേൽ ചുമത്തുന്ന മതത്തെ ക്രിസ്തു വിമർശിക്കുകയാണ്. ക്രിസ്തു പറയാണ്, നിങ്ങൾ എന്തിനാണ് എടുക്കാൻ പൊങ്ങാത്ത ചുമടുകൾ ഈ മനുഷ്യരുടെ മേൽ വെക്കുന്നു? അപ്പൊ അവര് നിങ്ങളോട് പലതും പറയും, വിശുദ്ധി കാത്തു സൂക്ഷിക്കണം, അത് വേണം, ഇത് വേണം, ഇല്ലാത്ത കണ്ടീഷനൊന്നുമില്ല, ആകപ്പാടെ പ്രശ്നമാണ്. ഇവരുടെ ഇതിലൂടെയാണ് ക്രിസ്തുവിന്റെ ഗ്രേസ് നിങ്ങൾക്ക് വരുന്നുള്ളൂ. പ്രിയപ്പെട്ടവരെ, ദൈവം മനുഷ്യർക്ക് എന്തെങ്കിലും കൊടുക്കുന്നുണ്ടെങ്കിൽ സൗജന്യമായിട്ടാണ് കൊടുക്കുന്നത്. ദൈവം ഒന്നും വാങ്ങിയിട്ട് ഒന്നും കൊടുക്കത്തില്ല. ദൈവം എന്ത് കൊടുത്താൽ, ദൈവം സൂര്യപ്രകാശം കൊടുക്കുന്നത് എങ്ങനെയാ? സൗജന്യമായിട്ടാണ്. അപ്പം ഈ പ്രപഞ്ചത്തിന് വെളിച്ചം, ഭൂമിക്ക് വെളിച്ചം ദൈവം സൗജന്യമായിട്ട് ഒരു ലൈറ്റ് ഇട്ടിരിക്കുക. പക്ഷേ സന്ധ്യ ആവുമ്പോൾ ദൈവം എന്ത് ചെയ്യും? തൻ്റെ മക്കൾ ഉറങ്ങാൻ വേണ്ടി ലൈറ്റ് അണയ്ക്കും. ഇന്നു വരെ ഒരു മൃഗങ്ങൾക്കും ഒരു പക്ഷിക്കും രാത്രി വെട്ടം പോരാൻ തോന്നിയിട്ടില്ല. നമ്മൾ മനുഷ്യർക്കാണ് ഇത് തോന്നുന്നത്, നമ്മുടെ സ്വാർത്ഥതയാണ്. അപ്പൊ ദൈവിക നിയമങ്ങൾക്ക് കീഴ്പ്പെടാനുള്ള വിസമ്മതം. സന്ധ്യ ആയി കഴിയുമ്പോൾ നമ്മൾ പറയും വെട്ടം പോരാ. പക്ഷെ ഒരു മൃഗങ്ങളും പറയുന്നില്ല വെട്ടം പോരുന്നു, പകല് മതി. അപ്പൊ ദൈവം നമുക്ക് അധ്വാനിക്കാൻ തന്നിരിക്കുന്ന സമയം അതാണ്. ബാക്കി സമയം വിശ്രമിക്കാനുള്ളതാണ്. നമ്മളത് സമ്മതിക്കത്തില്ല. അപ്പോൾ എന്ത് ചെയ്യും? നമ്മൾ ലൈറ്റ് വേണം. അപ്പൊ ആ ലൈറ്റ് ആരാ തരുന്നേ? അത് മനുഷ്യനാണ് തരുന്നത്. അപ്പൊ അതിനെന്ത് സംഭവിക്കും? മാസം തോറും ബില്ല് വരും. എന്നാലും പകലത്തെ വെളിച്ചത്തോളം ഒക്കുവോ? ഒക്കത്തുമില്ല. മനസ്സിലായോ? ഇതാണ് ദൈവവും മനുഷ്യനുമായിട്ടുള്ള വ്യത്യാസം. അപ്പൊ മനുഷ്യൻ തന്നാൽ ബില്ല് വരും, നിബന്ധനയുണ്ട്. അപ്പൊ നിബന്ധനകളുമുണ്ട്, ബില്ലുമുണ്ട്. അത് വെളിച്ചം. ഇനി വെള്ളമാ. ദൈവം വെള്ളം തരുന്നത് എങ്ങനെയാ? പുഴകൾ, മഴ. അപ്പൊ മഴയും പുഴയും ദൈവത്തിന്റെ മാധ്യമമാണ്. രണ്ടും ഫ്രീയാ. ദൈവം ഇന്നുവരെ ആർക്കും ബില്ല് അയച്ചിട്ടില്ല. ലോകത്തിലെ ഏറ്റവും വലിയ നദി ആമസോൺ, നൈല്, അമേരിക്കയിലെ മിസിസിപ്പി, ഈ നദികൾക്കൊന്നും ദൈവം ചാർജ് ചെയ്യുന്നില്ല. പക്ഷെ ദൈവം റീചാർജ് ചെയ്യുന്നുണ്ട്. അത് നദികൾ റീചാർജ് ചെയ്യുന്നുണ്ട് ത്രൂ റെയിൻ. അപ്പൊ മഴയിലൂടെ ദൈവം ഈ നദികളെ മുഴുവൻ റീചാർജ് ചെയ്യുന്നുണ്ട്. പക്ഷെ ദൈവം എന്ത് ചെയ്യുന്നില്ല? ഗോഡ് നെവർ സെൻഡ് ബിൽസ് ടു ദോസ് ഗവൺമെന്റ്സ്. അപ്പൊ അത് ഫ്രീ ആണ്. ഇനി അടുത്ത് വായു. പക്ഷെ നമ്മൾ ഈ സർക്കാരിൽ നിന്ന് വാട്ടർ കണക്ഷൻ എടുത്താലോ മാസം ബില്ല് വരും. നമുക്കൊരു കുപ്പി വെള്ളം മേടിച്ചാലോ അതിന് പൈസ കൊടുക്കണം. അപ്പൊ ദൈവം ഫ്രീ ആയിട്ട് കൊടുക്കുന്ന വെള്ളം തന്നെ മനുഷ്യൻ നമുക്ക് തരുമ്പോൾ നമ്മൾ പണം കൊടുക്കണം. നിങ്ങൾ മനസ്സിലാക്കണം, ദൈവം ഫ്രീ ആയിട്ട് തരുന്ന വെള്ളം നമ്മൾ മനുഷ്യനിൽ നിന്ന് വാങ്ങിച്ചാൽ അത് ചാർജ് ചെയ്യപ്പെടും. ഒരു ദാക്ഷിണ്യവും ഇല്ല. ഇനി അടുത്ത വായു. ദൈവം ഫ്രീ ആയിട്ടാണ് തരുന്നത്. പക്ഷെ നമ്മളൊരു ഓക്സിജൻ സിലിണ്ടറൊക്കെ ഹോസ്പിറ്റലിൽ പോയി വാങ്ങുമ്പോൾ നമ്മൾ ഫ്രീ ആണെന്നൊന്നും വരത്തില്ല, പൈസ കൊടുക്കണം. അപ്പം ഞാൻ 3 ഉദാഹരണം പറഞ്ഞു. വെളിച്ചമാകട്ടെ, വെള്ളമാകട്ടെ, വായു ആകട്ടെ. അപ്പം വെളിച്ചം, വെള്ളം, വായു, ഇത് 3ഉം ദൈവം സൗജന്യമായിട്ട് തരുന്നു. പക്ഷെ ഇതിനെ 3നെ മനുഷ്യൻ ചാർജ് ചെയ്യുന്നു, പരിമിതമായ അളവിൽ വിൽക്കുന്നു. വായു എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? ഒരു കുഴൽ വെച്ച് നമ്മുടെ മൂക്കിലോട്ട് ഇച്ചിരി ഓക്സിജൻ തരുമ്പോൾ ബില്ല് തരും. ദൈവം തമ്പുരാൻ എത്ര വിശാലമായിട്ടാണ് നമുക്ക് ഈ വായു തരുന്നത്. വലിയ കാറ്റും ഇളം കാറ്റും ഒക്കെ ആയിട്ട് നമുക്ക് ഇഷ്ടം പോലെ വായു തരിക, ഫ്രീ. ദൈവം വെള്ളം തരുന്ന കുപ്പിയിലല്ലല്ലോ. ദൈവം വെളിച്ചം തരുന്ന ചെറിയ ബൾബായിട്ടോ ടോർച്ചായിട്ടോ ഒന്നുമല്ല. ദൈവം എല്ലാം സൗജന്യമായും സാർവത്രികമായും
ധാരാളമായും തരുന്നു. അപ്പൊ നമ്മുടെ മേൽ ധാരാളമായി പകർന്ന ദൈവകൃപ, പൗലോസിന്റെ ടേം നിങ്ങൾ ശ്രദ്ധിക്കണം, നമ്മുടെ മേൽ ധാരാളമായി പകർന്ന ദൈവകൃപ. അപ്പൊ നമ്മുടെ മേൽ ധാരാളമായി പകർന്നിരിക്കുന്ന ഈ ദൈവകൃപയെ അവഗണിച്ചിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു ഹോളിൽ പോയി നിന്ന് ദൈവത്തിന്റെ വകയാണ്. യു ആർ ദ പ്രോപ്പർട്ടി ഓഫ് ഗോഡ്, യു ബിലോങ് ടു ഗോഡ്സ് ഹൗസ് ഹോൾഡ്. ഇതാണ് ട്രൂത്ത്, ഇതാണ് ഗ്ലോറിയസ് ഗോസ്പൽ. ഇറ്റ്സ് ഓൾ ഹാപ്പൻഡ് ഈവൻ ബിഫോർ ദ ഫൗണ്ടേഷൻസ് ഓഫ് ദ എർത്ത് വാസ് ലേഡ് ആൻഡ് ഇറ്റ്സ് ഓൾ ദ ഡിസിഷൻ ഓഫ് ഗോഡ്. ഇത് ദൈവത്തിന്റെ തീരുമാനമാണ്. ഇറ്റ്സ് എ ചോയ്സ് ഓഫ് ഗോഡ്, ഇറ്റ്സ് ആൻ എലക്ഷൻ ഓഫ് ഗോഡ്. ദൈവത്തിന്റെ തിരഞ്ഞെടുപ്പാണ്. ഇറ്റ്സ് എ ഗ്ലോറിയസ് ഗോസ്പൽ എന്ന് പറഞ്ഞ ഗോസ്പൽ ഓഫ് ഗോഡ് ദൈവത്തിന്റെ സുവിശേഷമാണ്, തന്റെ മഹത്വത്തിന്റെ സുവിശേഷമാണ്. ബ്ലെസ്ഡ് ഗോഡ്, ധന്യനായ ദൈവത്തിന്റെ തേജസ്സുള്ള സുവിശേഷം. ഇതാണ് ഞാൻ പറഞ്ഞത്, ദൈവം എന്തെങ്കിലും തരുമ്പോൾ അത് ഫ്രീ ആയിട്ട് തരുന്നു. അപ്പൊ ഈ ഉദാഹരണങ്ങളൊക്കെ പറഞ്ഞു, നമ്മൾ ജനനം പറഞ്ഞു. പിന്നെയുള്ളത് ഉയർത്തെഴുന്നേൽപ്പാണ്. നമ്മളെ അതിക്രമങ്ങളാലും പാവങ്ങളാലും മരിച്ചവരായ നമ്മെ അവൻ ഉയർപ്പിച്ചു. ആരുയർപ്പിച്ചു? ദൈവം. ഇറ്റ്സ് ആൻ ആക്ട് ഓഫ് ഗോഡ്. ദൈവമാണ് ഉയർപ്പിക്കുന്നത്. മരിച്ചു കിടക്കുന്ന ഒരാളെ ദൈവം ഉയർപ്പിച്ചു. മരിച്ചു കിടക്കുന്ന ആളുടെ പങ്കാളിത്തം എന്താ? കോൺട്രിബ്യൂഷൻ എന്താ? പാർട്ട് എന്താ? എന്ത് പങ്കാളിത്തമാണ്? എന്താ ചെയ്യാൻ പറ്റുന്നത്? അപ്പൊ ഇവരോട് വിശ്വസിക്കാമെന്ന് പറയും. മരിച്ചു കിടക്കുന്ന വിശ്വസിച്ചാൽ മതി, അവനെ ഉയർപ്പിക്കും. തൽക്കാലം നിങ്ങൾ വിശ്വസിക്കുക, നിങ്ങളെ ഉയർപ്പിക്കും. നമുക്ക് സുബോധമുള്ളവർക്കറിയാം, മരിച്ചു കിടക്കുന്നവന് വിശ്വസിക്കാനും കഴിയത്തില്ല, സ്വയമായി ഉയർപ്പിക്കപ്പെടാനും കഴിയത്തില്ല, ശുപാർശ അയക്കാനും കഴിയത്തില്ല, ഒന്നും കഴിയത്തില്ല. അബ്സല്യൂട്ട്ലി ഹെൽപ്ലെസ്. ഇതാണ് ദൈവം പറയുന്നത്. ഇതാണ് അനാലജി. അപ്പൊ 4 അനാലജിയാണ് നമ്മൾ ചിന്തിച്ചത്. 1, കാട്ടൊലിവിനെ എടുത്ത് നാട്ടൊലിവെ കൊണ്ട് ഒട്ടിച്ചു, തോട്ടക്കാരൻ. 2, കുഞ്ഞിനെ ജനിപ്പിച്ചു, അത് പിതാവ്. 3, ഒരാളെ ദത്തെടുത്തു, അത് ദത്തെടുക്കുന്ന ഫാമിലി. 4, മരിച്ചു കിടക്കുന്ന ഒരാളെ ഉയർപ്പിച്ചു, അത് ഉയർപ്പിച്ചവൻ ആരോ അവൻ. അപ്പൊ ഈ 4 ഈ കാട്ടൊലിവിനാകട്ടെ, ഈ ജനിച്ച വ്യക്തിക്കാകട്ടെ, ഈ ദത്തെടുക്കപ്പെട്ട വ്യക്തിക്കാകട്ടെ, ഈ ഉയർത്തെഴുന്നേറ്റ വ്യക്തിക്കാകട്ടെ യാതൊരു സേയുമില്ല, യാതൊരു അഭിപ്രായവുമില്ല. അവർക്ക് യാതൊരു തെരഞ്ഞെടുപ്പിനുള്ള സ്വാതന്ത്ര്യവുമില്ല. അത് അവർക്ക് യാതൊരു പങ്കാളിത്തവുമില്ല. അവർക്കൊരു മഹത്വവും എടുക്കാനില്ല. അതുകൊണ്ടാണ് പൗലോസ് ശ്ലീഹ പറയുന്നത്, കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതിനും നിങ്ങൾ കാരണമല്ല. എത്ര പേർക്ക് പറയാൻ പറ്റും? ഐ ഹാവ് നോ പാർട്ട് ഇൻ ഇറ്റ്, ഇറ്റ്സ് ഓൾ ആൻ ആക്ട് ഓഫ് ഗോഡ്. ഇത് ഒന്നിനും എനിക്ക് പങ്കാളിത്തമില്ല, ഇത് ദൈവത്തിന്റെ പ്രവൃത്തിയാകുന്നു. പക്ഷേ കൃപയാൽ, ഭാഗ്യവശാൽ നമുക്കിത് തിരിച്ചറിയാൻ പറ്റി. നമ്മൾ അത് കണ്ടു. ദൈവത്തിന്റെ തേജസ്, ദൈവത്തിന്റെ സൗന്ദര്യം, ദൈവത്തിന്റെ സ്നേഹം, ദൈവത്തിന്റെ മനസ്സലിവ്, ദൈവത്തിന്റെ കരുണ, ഇതിനെ തിരിച്ചറിയുന്നു, അതിനെ ആസ്വദിക്കുന്നു, അതിനെ അനുഭവിക്കുന്നു. അതിനോടുള്ള പ്രതികരണമായി ദൈവത്തെ വാഴ്ത്തുന്നു. അതാണ് ക്രിസ്തീയ ജീവിതം. ഈ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങോടുകൂടെ ദൈവത്തെ സമീപിക്കുക, ദൈവത്തെ സ്തുതിക്കുക, ദൈവത്തെ ആരാധിക്കുക. ഈ ഒരു ആരാധന സമ്പ്രദായമാണ് നമ്മൾ സുറിയാനി സഭയുടെ ആരാധനകളിൽ കാണുന്നത്. ആ ദൈവത്തെ എപ്പോഴും മഹത്വപ്പെടുത്തുന്നു, നമ്മളുടെ താഴ്മയെ തിരിച്ചറിയുന്നു, നമ്മുടെ കുറവുകളെ തിരിച്ചറിയുന്നു, നമ്മിൽ യാതൊരു നന്മയും വസിച്ചിരിപ്പില്ല എന്നും അതെല്ലാം ദൈവത്തിന്റെ മേഴ്സി ആൻഡ് ലവ് ആൻഡ് ഗ്രേസ് ആണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുന്നു. വി ഹാവ് നത്തിങ് ടു ബോസ്റ്റ്. നമുക്കൊന്നും പുകഴ്ത്തുവാനില്ല, നമുക്കൊന്നും പുകഴുവാനില്ല, നമുക്ക് മേനി പറയുവാൻ ഒന്നുമില്ല. നത്തിങ്, അബ്സല്യൂട്ട്ലി നത്തിങ്. നമുക്കൊന്നുമില്ല. ജഡത്തിൽ പ്രശംസിപ്പാൻ ആർക്കെങ്കിലും വകയുണ്ടെങ്കിൽ എനിക്ക് അധികം വകയുണ്ട്. അതാണ് പൗലോസ് ശ്ലീഹ പറഞ്ഞത്. പക്ഷേ എനിക്ക് ലഭിച്ച പരിജ്ഞാന നിമിത്തം ഞാൻ സകലതും ചപ്പന്നും ചവർന്നും എണ്ണുന്നു, ഒന്നും പ്രശംസിപ്പാനില്ല. ക്രിസ്തുയേശു പാപികളെ രക്ഷിപ്പാനാണ് ലോകത്തിൽ വന്നത്. ഞാൻ ഒരു നമ്പർ 1 സിന്നറാണ്, നത്തിങ് എൽസ്. മറ്റൊന്നും എനിക്ക് പറയുവാനില്ല. ഇതാണ് പൗലോസ് ശ്ലീഹയുടെ അണ്ടർസ്റ്റാൻഡിങ്. സോ നമ്മളെല്ലാം പാപികളായിരുന്നു, മരിച്ചവരായിരുന്നു, ഉപേക്ഷിക്കപ്പെട്ടവരായിരുന്നു, കാട്ടൊലിവായിരുന്നു. കാട്ടൊലിവായിരുന്നു നമ്മെ നാട്ടൊലിവോട് ചേർത്ത് വെച്ചു. ഉപേക്ഷിക്കപ്പെട്ടവരായിരുന്നു നമ്മെ ദത്തെടുത്തു. മരിച്ചവരായിരുന്നു നമ്മെ ഉയർപ്പിച്ചു, നമുക്ക് ജീവനെ തന്നു. എല്ലാം ദൈവത്തിന്റെ പ്രവൃത്തിയാണ്. ഇതാണ് ഗ്ലോറിയസ് ഗോസ്പൽ. അല്ലാതെ നമ്മള് ഇത് ഇദ്ദേഹം അവകാശപ്പെടുന്നല്ലേ, അദ്ദേഹം പറയുന്നതാണോ ഗ്ലോറിയസ് ഗോസ്പൽ എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കണം. ഇതാണ് നമ്മുടെ ഞാൻ പ്രസംഗിക്കുന്നത് ഗ്ലോറിയസ് ഗോസ്പൽ.
പാസ്റ്റർ ഫിലിപ്പി തോമസിന്റെ അവകാശം. നിങ്ങളെ സാധിക്കുന്നവര് അദ്ദേഹത്തെ കണ്ടോ ഫോൺ ചെയ്തൊക്കെ പറയുക, പാസ്റ്റർ യു മേഡ് എ മിസ്റ്റേക്ക്, നിങ്ങൾ പ്രസംഗിക്കുന്നതല്ല ഗ്ലോറിയസ് ഗോസ്പൽ. എന്താണ് ഗ്ലോറിയസ് ഗോസ്പൽ എന്ന് പറയാ. ദിസ് ഈസ് ഗ്ലോറിയസ് ഗോസ്പൽ, വാട്ട് എ വണ്ടർഫുൾ ഗോസ്പൽ. വീണ്ടും ഞാൻ ഇത് ക്ലോസ് ചെയ്യുമ്പോൾ ഞാൻ പറയുന്നു, ദിസ് ഇസ് നോ മൈ ഇൻവെൻഷൻ. ഇത് അപ്പോസ്തലനായ പൗലൂസ് പ്രസംഗിച്ച സുവിശേഷമാണ്. ഇത് പൗലൂസ് ശ്ലീഹായ്ക്ക് ദൈവം നൽകിയ വെളിപ്പാടാണ്. നമ്മൾ ആ റിയൽ ട്രൂത്ത്, റിയൽ ഗോസ്പൽ പ്രസന്റ് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് ഇനി ആരെങ്കിലും ഗ്ലോറിയസ് ഗോസ്പൽ, ഹൂ ഇൻവെന്റഡ് ഗ്ലോറിയസ് ഗോസ്പൽ ഓർ ഹൂ ഇൻട്രൊഡ്യൂസ്ഡ് ഗ്ലോറിയസ് ഗോസ്പൽ എന്നൊക്കെ ചോദിച്ചാൽ എൻ്റെ പേര് പറയരുത്. സെയിന്റ് പോൾ, അപ്പോസ്തലനായ പൗലൂസിന്റെ സുവിശേഷമാണ്. അപ്പോസ്തലനായ പൗലൂസിന്റെ സുവിശേഷമാണ്. നിറഞ്ഞവനായ പിതാവിൻ നന്മയിൻ സുവിശേഷം, ലോകത്തിൻ പാപത്തെ പോക്കിയ പുത്രന്റെ സ്നേഹത്തിൻ സുവിശേഷം, ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധ റൂഹായിൻ മഹിമയിൻ സുവിശേഷം. Glorious, glorious, glorious gospel, glorious, glorious, glorious gospel, glorious,